ഗുഡ് ഈവനിംഗ്. സ്പെഷ്യൽ എഡിഷൻ തുടങ്ങുന്നു. കേരള രാഷ്ട്രീയത്തിൽ കസ്തൂരി കരട് തന്നെ. പ്രധാന വാർത്തകൾ. കാണാതായ മലേഷ്യൻ വിമാനം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തകർന്നു വീണെന്ന് ഔദ്യോഗിക സ്ഥിരീകരണം. വിമാനത്തിലുണ്ടായിരുന്ന മുഴുവൻ പേരും മരിച്ചതായി മലേഷ്യൻ പ്രധാനമന്ത്രി. വിമാനത്തിനായുള്ള തെരച്ചിൽ അവസാനിപ്പിച്ചതായും പ്രധാനമന്ത്രി. കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ അന്തിമ വിജ്ഞാപനം വരുന്നതുവരെ നവംബർ 13 ഉത്തരവ് നിലനിൽക്കുമെന്ന് കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്തെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളെ ഒഴിവാക്കി മന്ത്രാലയം പുറത്തിറക്കിയ കരട് വിജ്ഞാപനം വിശദമായി പരിശോധിക്കുമെന്ന് ഹരിത ട്രൈബ്യൂണൽ. കേന്ദ്ര സർക്കാർ നിലപാട് സംസ്ഥാനത്തിന് ബാധകമല്ലെന്ന് മുഖ്യമന്ത്രി ജനങ്ങളെ കബളിപ്പിച്ചുവെന്ന് കോടിയേരി. അവശ്യ സേവനങ്ങൾക്ക് ആധാർ നിർബന്ധമാക്കരുതെന്ന് വീണ്ടും സുപ്രീം കോടതി. ഇത് സംബന്ധിച്ച എല്ലാ ഉത്തരവുകളും പിൻവലിക്കാനും നിർദ്ദേശം. രാജ്യത്ത് വ്യാജ ആധാർ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നതായി കോബ്ര പോസ്റ്റിന്റെ റിപ്പോർട്ട്. സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. ജോസ് കെ മാണിയുടെയും ശശി തരൂരിന്റെയും പത്രിക സ്വീകരിക്കുന്നത് നീട്ടിവെച്ചു. ജോസ് കെ മാണിയുടെ പത്രികയ്ക്കെതിരായ പരാതി ഗൗരവതരമെന്ന് വരണാധികാരി. ബെനറ്റ് എബ്രഹാമിന്റെയും ബിന്ദു കൃഷ്ണയുടെയും പത്രികകൾ സ്വീകരിക്കുന്നതിലും നാളെ തീരുമാനമെടുക്കും. ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസിന്റെ തിരുത്തിയ പത്രിക സ്വീകരിച്ചതിൽ LDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. വാഹന ഉടമകളിൽ നിന്ന് തെറ്റായി ഈടാക്കിയ അധിക നികുതി തിരിച്ചു നൽകണമെന്ന് സുപ്രീം കോടതി. വാഹന നികുതി കണക്കാക്കുമ്പോൾ വാറ്റ് തുക കുറയ്ക്കണം. വിധി സംസ്ഥാന സർക്കാരിന് വൻ ബാധ്യതയുണ്ടാക്കും. തിരിച്ചു കൊടുക്കാൻ 1000 കോടി കണ്ടെത്തേണ്ടി വരുമെന്ന് സർക്കാർ കോടതിയിൽ. 2020 ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്കയ്ക്കും ശ്രീലങ്കയ്ക്കും ജയം. ദക്ഷിണാഫ്രിക്ക ന്യൂസിലാൻഡിനെ തോൽപ്പിച്ചത് 2 റൺസിന്. ലങ്കയ്ക്കെതിരെ നെതർലാൻഡ്സ് 39 റൺസിന് പുറത്ത്. കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ അന്തിമ വിജ്ഞാപനം വരുന്നതുവരെ നവംബർ 13 ഉത്തരവ് നിലനിൽക്കുമെന്ന് കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്തെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളെ ഒഴിവാക്കി മന്ത്രാലയം പുറത്തിറക്കിയ കരട് വിജ്ഞാപനം വിശദമായി പരിശോധിക്കുമെന്ന് ഹരിത ട്രൈബ്യൂണൽ വ്യക്തമാക്കി. പശ്ചിമഘട്ട മേഖലയിൽ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടാണോ കസ്തൂരി രംഗൻ റിപ്പോർട്ടാണോ അതോ മറ്റേതെങ്കിലും റിപ്പോർട്ടാണോ നടപ്പിലാക്കുന്നതെന്ന് ഹരിത ട്രിബ്യൂണൽ കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചു. ഈ 2 റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലുള്ള പഠനത്തിന് ശേഷമാണ് മന്ത്രാലയം കരട് വിജ്ഞാപനം ഇറക്കിയതെന്ന് സർക്കാർ വ്യക്തമാക്കി. കസ്തൂരി രംഗൻ റിപ്പോർട്ടിന്മേൽ കേരളം മാത്രമാണ് വിയോജിപ്പ് അറിയിച്ചത്. വിശദമായ പഠന റിപ്പോർട്ട് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിന്റെ പരിസ്ഥിതി ദുർബല പ്രദേശം പുനർനിർണയിച്ചതെന്നും കേന്ദ്രം വ്യക്തമാക്കി. കേരളത്തിന്റെ 33% പശ്ചിമഘട്ട മേഖലയിൽ ഉൾപ്പെട്ടതാണ്. തീരദേശ സംരക്ഷണ മേഖലയും വന്നാൽ ജനങ്ങൾക്ക് ജീവിക്കാൻ സ്ഥലമില്ലെന്ന് കേരളം വാദിച്ചു. ഉപഗ്രഹ ചിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പരിസ്ഥിതി ദുർബല പ്രദേശം നിർണ്ണയിക്കാനാവില്ല. ഇക്കാര്യം കസ്തൂരി രംഗൻ റിപ്പോർട്ടും വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഏപ്രിൽ 30 കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ ഗോവ ഫൗണ്ടേഷന്റെ ആദ്യ ഹർജിയുടെ നിലനിൽപ്പ് പരിശോധിക്കും. ഫൗണ്ടേഷന് കരട് വിജ്ഞാപനത്തിന്മേലുള്ള എതിർപ്പ് ഉന്നയിക്കാം. അന്തിമ വിജ്ഞാപനം വന്നതിന് ശേഷം ട്രൈബ്യൂണലിൽ എതിർപ്പും അറിയിക്കാം. പശ്ചിമഘട്ട മേഖലയിൽ വരുന്ന ഗുജറാത്ത്, മഹാരാഷ്ട്ര, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങൾ മറുപടി നൽകാത്ത സാഹചര്യത്തിൽ അടുത്ത തവണ സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാർ നേരിട്ട് ഹാജരാകണം. ക്വാറികളുടെ ലൈസൻസ് സംബന്ധിച്ച് കേരളത്തിന്റെ സത്യവാങ്മൂലത്തിന് എതിർ സത്യവാങ്മൂലം നൽകാൻ ഒരാഴ്ച സമയം അനുവദിച്ചിട്ടുണ്ട്. ലിജോ വർഗീസ്, മീഡിയ 1, ഡൽഹി. കസ്തൂരി രംഗൻ ശുപാർശകൾ സംബന്ധിച്ച കൂടുതൽ വാർത്തകളിലേക്ക് തിരിച്ചു വരാം. മറ്റൊരു സുപ്രധാന വാർത്തയിലേക്ക്. കാണാതായ മലേഷ്യൻ വിമാനം തകർന്നുവെന്ന് മലേഷ്യൻ സർക്കാർ സ്ഥിരീകരിച്ചു. യാത്രക്കാരും ജീവനക്കാരും ഉൾപ്പെടെ വിമാനത്തിലുണ്ടായിരുന്ന 239 പേരും മരിച്ചതായി മലേഷ്യൻ പ്രധാനമന്ത്രി അറിയിച്ചു. ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് വിമാനം തകർന്നു വീണതെന്നാണ് മലേഷ്യൻ സർക്കാരിന്റെ വിശദീകരണം. 16 ദിവസം നീണ്ടുനിന്ന ആശങ്കകൾക്കും ആകാംക്ഷകൾക്കും വിരാമമിട്ടാണ് മലേഷ്യൻ പ്രധാനമന്ത്രി നജീബ് റസാഖ് ആ ദുഃഖവാർത്ത ലോകത്തെ അറിയിച്ചത്. മലേഷ്യയിലെ ക്വാലലംപൂരിൽ നിന്ന് ചൈനയിലെ ബീജിംഗിലേക്കുള്ള പറക്കലിനിടെ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ തെക്കുഭാഗത്താണ് വിമാനം തകർന്നു വീണത്. യാത്രക്കാരും ജീവനക്കാരും ഉൾപ്പെടെ വിമാനത്തിലുണ്ടായിരുന്ന 239 പേരും രക്ഷപ്പെട്ടിരിക്കാനുള്ള സാധ്യതയില്ലെന്നും നജീബ് റസാഖ് വ്യക്തമാക്കി. Flight MH370 ended in a southern Indian Ocean. ഈ മാസം 8-നാണ് മലേഷ്യൻ എയർലൈൻസിന്റെ MH370 വിമാനം അപ്രത്യക്ഷമായത്. 5 ഇന്ത്യക്കാരടക്കം 239 പേരാണ് കാണാതാകുമ്പോൾ വിമാനത്തിലുണ്ടായിരുന്നത്. വിമാനം കാണാതായതിനെ തുടർന്ന് ഇന്ത്യയടക്കം 25ഓളം രാജ്യങ്ങൾ തെരച്ചിൽ നടത്തിയിരുന്നു. ആധുനിക സാങ്കേതിക വിദ്യകളടക്കം ഉപയോഗപ്പെടുത്തി തെരച്ചിൽ നടത്തിയിട്ടും വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ ഇനിയും കണ്ടെത്താനായിട്ടില്ല. അവസാനം UK അപകടാന്വേഷണ സംഘവും ബ്രിട്ടീഷ് ഇൻമാർസൈറ്റും നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വിമാനം തകർന്നതായി സ്ഥിരീകരിച്ചത്. മരിച്ചവരുടെ ബന്ധുക്കളെ അപകടവാർത്ത അറിയിച്ചെന്ന് മലേഷ്യൻ എയർലൈൻസ് അധികൃതർ പറഞ്ഞു. വിമാനത്തിനായുള്ള തെരച്ചിൽ അവസാനിപ്പിച്ചെന്ന് മലേഷ്യൻ സർക്കാരും വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മീഡിയ 1. കസ്തൂരി രംഗൻ വിഷയത്തിൽ കേന്ദ്ര നിലപാട് കേരളത്തെ ബാധിക്കില്ലെന്നും മാധ്യമങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി.
എന്നാൽ ഓഫീസ് മെമ്മോറാണ്ടം ഇറക്കി ജനങ്ങളെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കബളിപ്പിച്ചെന്നും വിഷയത്തിൽ കെ.എം. മാണി നിലപാട് വ്യക്തമാക്കണമെന്നും കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. 13ാമത്തെ ഓർഡർ നിലനിൽക്കുന്നതിൽ കേരളത്തിലെ ആ 13ലെ കണ്ടീഷൻസ് കേരളത്തിലെ 1 സെന്റ് ഭൂമിക്ക് പോലും ബാധകമല്ല. പക്ഷേ ആ ഓർഡറോട് നിൽക്കും. മുഖ്യമന്ത്രി എടുത്ത സമീപനം ഈ ഇലക്ഷൻ കണക്കാക്കിക്കൊണ്ട് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിക്കൊണ്ട് നടത്തിയിട്ടുള്ള ഒരു ഓഫീസ് മെമ്മോറാണ്ടമായിരുന്നു. കെ.എം. മാണിക്ക് അസംതൃപ്തി ഉണ്ടെങ്കിൽ UDF ഗവൺമെൻറ്റിനുള്ള പിന്തുണ പിൻവലിച്ചുകൊണ്ട് അദ്ദേഹം രാഷ്ട്രീയ ആർജവമുള്ളൊരു നേതാവാണ് എന്ന് കെ.എം. മാണി തെളിയിക്കുകയാണ് വേണ്ടത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ കേരളം നിർദ്ദേശിച്ചിട്ടുള്ള ഒഴിവാക്കപ്പെട്ട സ്ഥലങ്ങളെ ഇതൊന്നും പ്രതികൂലമായി ബാധിക്കുന്നില്ല. 22 ലക്ഷം ജനങ്ങൾ ഇത് ഞങ്ങൾക്ക് വേണ്ട, ഇത് ഞങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകും, ഇവിടെ ജീവിതം അസാധ്യമാകും എന്ന് ഒരേ സ്വരത്തിൽ ആവശ്യപ്പെട്ട് സമരം ചെയ്യുമ്പോൾ ഒരു ജനാധിപത്യ സർക്കാർ തീർച്ചയായും അതിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ, അതും ഒരു ഇലക്ഷൻ അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് തന്നെ പ്രവർത്തിക്കണമായിരുന്നു. പ്രവർത്തിച്ചില്ല. കുറ്റകരമായ അനാസ്ഥയെന്നോ തന്ത്രപരമായ മൗനമെന്നോ ഇതിനെക്കുറിച്ച് പറയേണ്ടി വരും. ഈ വിഷയം ചർച്ച ചെയ്യാൻ കോൺഗ്രസിന്റെ അജയ് തറയിൽ കൊച്ചിയിൽ, വയനാട്ടെ നിന്നും CPIMന്റെ CK ശശീന്ദ്രൻ, ഒപ്പം തന്നെ പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതിയുടെ ഫാദർ അജി പുതിയപറമ്പിൽ എന്നോടൊപ്പം സ്റ്റുഡിയോയിൽ കേരള കോൺഗ്രസ് MLA ജോസഫ് എം പുതുശ്ശേരി ടെലിഫോൺ ലൈനിലുമുണ്ട്. ശ്രീ ജോസഫ് എം പുതുശ്ശേരി, മലയോര മേഖലയിലെ ജനങ്ങളിലെ പ്രശ്നങ്ങൾ കസ്തൂരിരംഗൻ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ഉയർന്നു വന്ന പ്രതിഷേധങ്ങൾക്കെല്ലാം ഒന്നിനും ഇനി കാര്യമില്ല, എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു, കരട് വിജ്ഞാപനം ഇറങ്ങിയതോടുകൂടി എന്ന രാഷ്ട്രീയ കാരണം പറഞ്ഞാണ് കേരള കോൺഗ്രസ് എം പ്രതിഷേധങ്ങൾ അവസാനിപ്പിച്ചതും UDFൽ തന്നെ നിലനിന്നതും. ഇപ്പോൾ നവംബർ 13 വിജ്ഞാപനം തന്നെ നിലനിൽക്കും, നവംബർ 13 ഉത്തരവ് നിലനിൽക്കും, കരട് വിജ്ഞാപനത്തിന് ഇപ്പോൾ പ്രസക്തിയില്ല എന്ന തരത്തിലാണ് കേന്ദ്രം ഹരിത ട്രൈബ്യൂണലിൽ ഇന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് കേരള കോൺഗ്രസ് എമ്മിന് നിങ്ങളുടെ നിലപാടുകൾ സംശയകരമാക്കുന്ന തരത്തിൽ ഏൽക്കുന്ന തിരിച്ചടിയല്ലേ? പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടു എന്നല്ല കേരള കോൺഗ്രസ് പറഞ്ഞത്. നവംബർ 13 ഉത്തരവ് തന്നെ നിലനിൽക്കുകയാണ്. എന്നാൽ കരട് വിജ്ഞാപനം വഴി ഇത് പുതുക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. അത് ആശ്വാസകരമാണ് എന്നാണ് കേരള കോൺഗ്രസ് പറഞ്ഞത്. കരട് വിജ്ഞാപനം പുറത്തു വന്നതോടുകൂടി ഉമ്മൻ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ച അതിർത്തി നിർണയം സംബന്ധിച്ച ഒരു നടപടിയായി. അപ്പൊ സ്വാഭാവികമായും കരട് വിജ്ഞാപനത്തിന്റെ അടിസ്ഥാനത്തിൽ അവസാന വിജ്ഞാപനത്തിലേക്ക് കടക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. ആ നടപടികൾക്ക് അടിസ്ഥാന രേഖയായി വരുന്നത് ഉമ്മൻ കമ്മിറ്റി, എക്സ്പെർട്ട് കമ്മിറ്റിയുടെ ഈ പുതിയ അതിർത്തികളാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രക്രിയ ആരംഭിച്ചിരിക്കുന്നു. നവംബർ 13 123 വില്ലേജുകളെ ESA ആയി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നടപടി അവസാന വിജ്ഞാപനത്തോടുകൂടി അത് ഒഴിവാകും. അതിനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് ആശ്വാസകരമെന്നുള്ള നിലപാടാണ് കേരള കോൺഗ്രസ് സ്വീകരിച്ചത്. ഇനി കരട് വിജ്ഞാപനത്തിന്റെ നിയമസാധുതയാണ് ഇന്ന് ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത്. നവംബർ 13 ഉത്തരവ് നിലനിൽക്കും എന്ന് കേന്ദ്രം പറയുന്നു. കരട് വിജ്ഞാപനത്തിൽ ഇനി 60 ദിവസം ജനങ്ങളുടെ എല്ലാം അഭിപ്രായങ്ങൾ ആരാഞ്ഞ ശേഷം ഇനി അന്തിമ വിജ്ഞാപനം പുറത്തു വരുമ്പോഴേക്കും രാജ്യത്ത് പുതിയ സർക്കാർ നിലവിൽ വന്നിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഈ ആവശ്യങ്ങളെല്ലാം പരിഗണിക്കപ്പെടും എന്നതിന് എന്താണ് ഉറപ്പ്? നവംബർ 13 ഉത്തരവ് നിലനിൽക്കുന്നു എന്നുള്ളത് നേരത്തെ മുതലേ ഉള്ള ഒരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഉത്തരവ് പിൻവലിക്കണമെന്നുള്ള ആവശ്യം കേരള കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് വെച്ചത്. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷമുള്ള പ്രത്യേക സാഹചര്യത്തിൽ കരട് വിജ്ഞാപനം പുറത്തു വന്നത് വഴി ആ ഉത്തരവ് തിരുത്താനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. അവിടെയാണ് ഇതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. നവംബർ 13 അതിർത്തി നിർണയം പുനഃപരിശോധിച്ചുകൊണ്ട് എക്സ്പെർട്ട് കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള പുതിയ ഒരു രൂപരേഖ തയ്യാറായി. അപ്പൊ ഇപ്പോൾ പരിശോധിക്കപ്പെടുന്നത് ആ രൂപരേഖയെ അടിസ്ഥാനപ്പെടുത്തിയാണ്. സ്വാഭാവികമായി ഈ ആക്ഷേപം സമർപ്പിക്കാനൊക്കെ ഉള്ള അടിസ്ഥാനമായി ഉപയോഗിക്കേണ്ടത് വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന ഉമ്മൻ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള അതിർത്തിയാണ് എന്ന കാര്യം വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ CK ശശീന്ദ്രൻ, ഇന്നിപ്പോൾ ഈ നിലപാടുണ്ടായതിനു ശേഷം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മാധ്യമങ്ങളോട് പറഞ്ഞത് പശ്ചിമഘട്ട സംരക്ഷണവുമായി ബന്ധപ്പെട്ട കരട് വിജ്ഞാപനത്തിൽ ഒഴിവാക്കിയ പരിസ്ഥിതി ലോല മേഖലകൾക്ക് ESAക്ക്
നവംബർ 13 ഉത്തരവ് നിലനിൽക്കില്ല എന്നാണ്. ഇത് താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം വഞ്ചനാപരമായിട്ടുള്ള ഒരു നിലപാടിൻ്റെ ഭാഗമായിട്ടേ നമുക്ക് കാണാൻ വേണ്ടി കഴിയൂ. ഒരു ജനങ്ങളെ ഇങ്ങനെ കബളിപ്പിക്കാൻ വേണ്ടി പാടില്ല. മലയാളികളെ ആകെയും പശ്ചിമഘട്ട മേഖലയിലെ കർഷകരെ ആകെയും കബളിപ്പിക്കുന്ന ഒരു നിലപാട് എത്ര കാലം ഒരു മുഖ്യമന്ത്രിക്ക് തുടരാൻ വേണ്ടി കഴിയും? നവംബർ 13 വിജ്ഞാപനമാണ് അടിസ്ഥാനമായി കണക്കാക്കുന്നതെന്നാണ് കേന്ദ്ര ഗവൺമെൻറ് വ്യക്തമാക്കിയിട്ടുള്ളത്. മുഖ്യമന്ത്രി പലവട്ടം കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, അതുപോലെ ബന്ധപ്പെട്ട മന്ത്രിമാരുമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആശങ്കയെല്ലാം പരിഹരിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിക്ക് കോടതിയിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെ കൊണ്ട് ഈ കാര്യങ്ങൾ പറയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇത് കൊടിയ വഞ്ചനയാണ്. ഇതിൽ വലിയ പ്രതിഷേധം ജനങ്ങൾക്കിടയിൽ ഉയർന്നു വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കസ്തൂരിരംഗൻ റിപ്പോർട്ട് നടപ്പാക്കുകയല്ല നമ്മുടെ ആവശ്യം. കസ്തൂരിരംഗൻ റിപ്പോർട്ടും മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടും പൂർണ്ണമായിട്ട് തള്ളിക്കളയണം, അത് റദ്ദാക്കണം. അതിനു പകരം CPM ആവശ്യപ്പെടുന്നത് പരിസ്ഥിതി സംരക്ഷണവും മലയോര കർഷകരുടെ താല്പര്യങ്ങളും കൂടി സംരക്ഷിക്കാൻ കഴിയാവുന്ന രീതിയിലേക്കുള്ള ഒരു പുതിയ കമ്മീഷനെ കർഷക പ്രതിനിധികളെയും കൂടി ഉൾപ്പെടുത്തി നിയമിക്കാൻ വേണ്ടി കഴിയണം, അല്ലെങ്കിൽ അതിനോട് നിയോഗിക്കാൻ വേണ്ടി കഴിയണം. ആ നിലയിലല്ല കോൺഗ്രസ്. താങ്കൾ പറഞ്ഞു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്ന്. എന്ത് അടിസ്ഥാനത്തിലാണ് താങ്കൾ ഇത് പറയുന്നത്? നവംബർ 13 ഉത്തരവ് നിലനിൽക്കും എന്നത് നേരത്തെയും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള നിലപാടല്ലേ? ഇതിലെവിടെയാണ് കബളിപ്പിക്കലുള്ളത്? ഏത് ഭാഗത്താണ് അദ്ദേഹം ജനങ്ങളെ പറ്റിച്ചു എന്ന് താങ്കൾ പറയുന്നത്? നവംബർ 13 ഉത്തരവിനെ ഭേദഗതി വരുത്താൻ കഴിയാവുന്ന രീതിയിലും ആശ്വാസമുണ്ടാക്കാൻ കഴിയാവുന്ന രീതിയിലുമാണ് ഓഫീസ് മെമ്മോറാണ്ടം എന്ന രീതിയിൽ ഒരു കരട് വിജ്ഞാപനത്തെക്കുറിച്ച് അവർ പറഞ്ഞിരുന്നത്. അത് നിലനിൽക്കുന്നതല്ല നിയമപരമായിട്ട് എന്നുള്ള വാദഗതി നല്ലതുപോലെ ഉയർന്നു വന്നതാണ്. അപ്പോൾ രാഷ്ട്രീയമായിട്ട് ഞങ്ങളതിന് പരിഹാരം കാണാൻ ഈ നില സ്വീകരിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. അതിന് അനുകൂലമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് പ്രതികരിച്ചിട്ടില്ലല്ലോ ഹരിത ട്രിബ്യൂണൽ. അവർ പറയുന്നത് നവംബർ 13 ഉത്തരവ് തന്നെ നിലനിൽക്കുമെന്ന അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിയമപരമായിട്ട് പരിഹരിക്കാൻ കഴിയാവുന്ന ഒരു വിഷയമായിട്ടല്ല ഞങ്ങൾ ഇതിനെ കണക്കാക്കുന്നത്. രാഷ്ട്രീയ പരിഹാരമാണ് ഇതിനുണ്ടാക്കാൻ വേണ്ടി കഴിയേണ്ടത്. രാഷ്ട്രീയ പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇച്ഛാശക്തിയല്ല ഗവൺമെന്റ് പ്രകടിപ്പിച്ചത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് തന്നെ പുതിയ പറമ്പിൽ ഈ വിഷയത്തിൽ കോൺഗ്രസും കേരള കോൺഗ്രസ് എമ്മും എല്ലാം എടുത്ത നിലപാടിന് സമാനമായ നിലപാടാണ് താങ്കൾ പ്രതിനിധീകരിക്കുന്ന പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതിയും സ്വീകരിച്ചിട്ടുള്ളത്. കാരണം കരട് വിജ്ഞാപനം പുറത്തു വന്ന ഉടൻ അതുവരെ നിങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തും, ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകും എന്നെല്ലാം നിലപാടെടുത്തിരുന്ന പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതി ഇവിടെ കരട് വിജ്ഞാപനം വന്ന ഉടൻ തന്നെ കോൺഗ്രസിനും കേരള കോൺഗ്രസ് എമ്മിനും അനുകൂലമായ തരത്തിൽ നിങ്ങൾ തീരുമാനങ്ങൾ പിൻവലിക്കുന്നു, സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്ന് കരുതുന്നു. ഇപ്പോൾ ഹരിത ട്രൈബ്യൂണൽ കേന്ദ്രം പറയുന്നു നവംബർ 13 ഉത്തരവ് തന്നെയാണ് നിലനിൽക്കുന്നത്. നിങ്ങൾക്കും അബദ്ധം പറ്റിയില്ലേ? സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ ഒരു മുന്നണിക്കോ അനുകൂലമാണ് പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതി എന്ന് ചിന്തിക്കുന്നത് തികച്ചും തെറ്റാണ്. പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതിക്ക് അന്നും ഇന്നും ഒരേ നിലപാടേ ഉള്ളൂ. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ഒരു മുന്നണിയുടെയോ നിലപാട് മാറ്റത്തിനനുസരിച്ച് നിലപാട് മാറ്റുന്ന ഒരു കാര്യം ഒരു പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതിക്കോ മറ്റ് ഹൈറേഞ്ച് സംരക്ഷണ സമിതിക്കോ ഇല്ല. കാരണം കേരള കോൺഗ്രസ് എമ്മും പറഞ്ഞത് നിങ്ങൾ അംഗീകരിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. അല്ലല്ല, ഇവിടെ ഞങ്ങൾക്കൊരൊറ്റ കാര്യത്തിലേ ഞങ്ങൾക്ക് ചിന്തയുള്ളൂ. അത് കർഷകരുടെ ആശങ്കയാണ്. ഈ മലയോര മേഖലയിലെ മുഴുവൻ മനുഷ്യരും ഈ വലിയ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഞങ്ങൾ പ്രത്യേകമായിട്ട് ആവശ്യപ്പെട്ടിരുന്നു ഏറ്റവും ചുരുങ്ങിയത് ഒരു കരട് വിജ്ഞാപനമെങ്കിലും വരണം. അതോടൊപ്പം തന്നെ ഞങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു ഈ കരട് വിജ്ഞാപനം കൊണ്ട് ഒന്നും പൂർണ്ണമാകുന്നില്ല, പക്ഷേ എങ്കിലും ഒരു ഫൈനൽ നോട്ടിഫിക്കേഷനിലേക്കുള്ള ഒരു വഴിയെങ്കിലും തുറന്നിടുന്ന ഒരു രീതിയിലുള്ള ഒരു ചെറിയ ഒരു കാര്യമെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ഥാനാർത്ഥി നിർത്തുന്ന പോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് പിന്മാറുന്നു എന്നാണ് സൂചിപ്പിച്ചത്. ഒരിക്കലും സ്ഥാനാർത്ഥിയെ നിർത്താത്തത് ഏതെങ്കിലും ഒരു മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള കാര്യമല്ല. കാരണം ഈ ഒരു കാര്യത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും തുല്യമായ പങ്കാളിത്തമാണുള്ളത്. 2006 ഈ കാര്യം തുടങ്ങി വെച്ചത് UPA സർക്കാരാണ്. ജയറാം രമേശ് നേതൃത്വത്തിലാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയത്. അതേ സമയത്തിന് അനുകൂലിക്കുന്ന ഒരു നിലപാടാണ് അന്ന് ഇവിടുത്തെ ഇടതുപക്ഷ ഗവൺമെൻറ് സ്വീകരിച്ചത്. ഇവിടുത്തെ മന്ത്രിമാർ ഇതിന് അനുകൂലമായ റിപ്പോർട്ട് കൊടുത്തു. അതുപോലെ തന്നെ EFL നിയമം കൊണ്ടുവന്ന ഇടതുപക്ഷ സർക്കാരാണ്. അതോടൊപ്പം തന്നെ ഈ കാര്യത്തിൽ അലംഭാവം കാണിച്ചത് UDF സർക്കാരാണ്. അതുകൊണ്ട് ഈ പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതി മാത്രമല്ല, കർഷകരുടെ മലയോര മേഖലയിലെ ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മുഴുവൻ സമിതികളുടെ ലക്ഷ്യം ഇതുപോലെ പൂർണ്ണമായി ഇതിൽ രക്ഷപ്പെടുക എന്നുള്ളതാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു മുന്നണിക്ക് എപ്പോഴും അവരുടെ കാര്യങ്ങൾ എപ്പോഴും തീരുമാനിക്കുന്ന ഒരു ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്.
ഒന്നല്ലേ 5 വർഷം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇത് അവരനുസരിച്ച് അടുത്ത 30-ാം തീയതി വരെ. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഒരു ഇലക്ഷന് കൊണ്ടോ ഈ അടുത്ത UDF-ൽ നിൽക്കുമ്പോൾ തന്നെ, UDF-ന്റെ ഭാഗമായി നിൽക്കുമ്പോൾ തന്നെ മലയോര മേഖലയിലെ പ്രശ്നങ്ങളിൽ ഞങ്ങൾ പ്രതിഷേധമുണ്ട് എന്ന് പറഞ്ഞ പാർട്ടിയാണ് കേരള കോൺഗ്രസ് എം. അവർ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് കരട് വിജ്ഞാപനത്തെ മുൻനിർത്തി അവരുടെ രാഷ്ട്രീയ നിലപാട് മാറ്റി. അതല്ലെങ്കിൽ അവർ പറഞ്ഞു ഞങ്ങൾ ഇതുകൊണ്ട് തൃപ്തരാണ്. അതേ നിലപാടാണ് നിങ്ങൾ സ്വീകരിച്ചതെന്ന് പറയുമ്പോൾ UDF-ന് അനുകൂലമായ ഒരു രാഷ്ട്രീയ നിലപാടാണ് നിങ്ങൾ എടുത്തതെന്ന് പറയേണ്ടി വരും. ഒരിക്കലുമല്ല. ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ്. അതായത് ഈ കരട് വിജ്ഞാപനത്തിൽ ഞങ്ങൾ തൃപ്തരല്ല എന്നുള്ള കാര്യം ഞങ്ങൾ ആദ്യമേ സൂചിപ്പിച്ചിരുന്നു. 13-ലെ ഉത്തരവ് അതുപോലെ തന്നെ നിലനിൽക്കുന്നു. കരട് വിജ്ഞാപനത്തിൽ ഞങ്ങൾ പൂർണ്ണമായി തൃപ്തരല്ല. എന്നാൽ ഫൈനൽ നോട്ടിഫിക്കേഷനുള്ള ഒരു വഴി, ഒരു പ്രൊസീജിയർ ഇതിലൂടെ തുറന്നിരിക്കുന്നു. ആ കാര്യത്തിൽ ഞങ്ങൾക്ക് ചെറിയൊരു ആശ്വാസമുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ പ്രക്ഷോഭ പരിപാടികൾ നിർത്തിയെന്നോ സമരം നിർത്തിയെന്നോ ഒന്നും ഇതിനർത്ഥമില്ല. തന്നെയുമല്ല, ഇതിനുള്ള അവസാനത്തെ നീതി കിട്ടുന്നതുവരെ ഞങ്ങൾ പൂർണ്ണമായിട്ട് ഈ സമരമായിട്ട് മുന്നോട്ട് പോകും. ഇതിൽ ആരെങ്കിലും പിന്തുണ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഇവിടെ ഞങ്ങളുടെ എതിരായിട്ട് ഞങ്ങൾ നിൽക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി അല്ല കാണുന്നത്. പകരം ഈ ഒരു സംവിധാനത്തിനെതിരെയുള്ള പോരാട്ടമാണ്, അത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്, അത് തുടരുക തന്നെ ചെയ്യും. ഒരു രാഷ്ട്രീയ ടെലിഫോൺ ലൈനിലൂടെ ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ അജയ് തറയിൽ, കോൺഗ്രസ് ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാട് കേരള കോൺഗ്രസ് എം കേരളം മൊത്തത്തിലും ആവശ്യപ്പെട്ടതുപോലെ തന്നെ 123 വില്ലേജുകളുടെ അതിർത്തി പുനർനിർണ്ണയിക്കാനുള്ള അവകാശം നമ്മൾ നേടിയെടുക്കുന്നു. ജനവാസ മേഖലകളെയും കൃഷിയിടങ്ങളെയും അതുപോലെ തന്നെ തോട്ടം മേഖലയും ഒഴിവാക്കുന്നു. ഇങ്ങനെ മലയോര മേഖലയിലെ ജനങ്ങൾക്ക് അനുകൂലമായ തരത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ കോൺഗ്രസിന് സാധിച്ചു എന്നാണ് കോൺഗ്രസ് ഇതുവരെ അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ ഫലത്തിൽ ഇത് നിലനിൽക്കുന്നതല്ല. ഇതിൻ്റെ നിയമസാധുത ഇന്ന് ഹരിത ട്രൈബ്യൂണലിൽ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. കോടതി തന്നെ ചോദിച്ചത് കസ്തൂരി രംഗൻ ശുപാർശകൾ നടപ്പാക്കണമോ അതോ ഗാഡ്ഗിൽ ശുപാർശകൾ മതിയോ എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ടോ എന്നാണ്. എന്ന് പറഞ്ഞാൽ നവംബർ 13-ലെ ശുപാർശകൾ അതേപടി തന്നെ നിലനിൽക്കുന്നുണ്ട്, ആ ഉത്തരവ് നിലനിൽക്കുന്നുണ്ട്. കോൺഗ്രസ് ഇതുവരെ സ്വീകരിച്ച നിലപാടുകൾ തൽക്കാലം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണെന്ന് ഇടതുപക്ഷം പറയുന്നതിൽ തെറ്റെന്താണ്? ഇതിനകത്ത് ഈ ഇടതുപക്ഷം ഇതിനകത്ത് രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ. അവർ ഏപ്രിൽ 10-ാം തീയതി പണവും മടക്കി അവരങ്ങ് പോകും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിലെ ജനങ്ങളോട്, കേരളത്തിലെ ജനതയോട്, മലയോര കർഷകരോട്, കുടിയേറ്റക്കാരോട് പ്രതിബദ്ധതയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യത്തിൽ വളരെ വ്യക്തമായ ധാരണയോടെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. 13-ാം തീയതിയിലെ കരട് വിജ്ഞാപനമാണ് 13-ാം തീയതി ആദ്യം ഇറക്കിയത്. ഫൈനൽ ആയിട്ടില്ല. അപ്പോഴാണ് ഈ കേരളത്തിലെ 123 വില്ലേജുകൾ, ജനനിബിഡമായ കൃഷിയോഗ്യമായ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന വില്ലേജുകൾ ഈ നവംബർ 13-ാം തീയതി വിജ്ഞാപനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു. അത് കേരളത്തിലെ മലയോര കർഷകർക്ക് ദോഷകരമാണ്. അത് കേരളത്തിലെ കർഷക സംഘടനകളും കേരള കോൺഗ്രസും ഉന്നയിക്കുന്നതിന് മുമ്പായി തന്നെ KPCC ഭാരവാഹികളുടെ യോഗം കൂടി ഇത് ഉന്നയിക്കുകയും ഇത് മാറ്റണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്ത് ഞങ്ങൾ അന്ന് ഇറങ്ങി നടത്തിയ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഒരു കരട് വിജ്ഞാപനം ഉണ്ടാക്കിയത്. ആ കരട് വിജ്ഞാപനം എന്ന് പറയുന്നത് നവംബർ 13-ൽ തീയതി ഇറങ്ങിയ വിജ്ഞാപനത്തെ ഓവർ റൂൾ ചെയ്യലാണ് എന്നാക്കെങ്കിൽ ധാരണയുണ്ടെങ്കിൽ അത് തെറ്റാണ്. നവംബർ 13-ാം തീയതിത്തെ കരട് വിജ്ഞാപനം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഗുജറാത്ത് മുതൽ ഈ കന്യാകുമാരി വരെയുള്ള പശ്ചിമഘട്ടത്തെ ബാധിക്കുന്ന കോമൺ വിജ്ഞാപനമാണ്. ആ വിജ്ഞാപനത്തിനുണ്ടായ കേരള ജനതയെ ബാധിക്കുന്ന തെറ്റുകളെ, അതിനുണ്ടായ അപാകതകളെ അത് പരിഹരിക്കാൻ വേണ്ടിയുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട ഒരു കരട് വിജ്ഞാപനം. ആ കരട് വിജ്ഞാപനത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ കൃഷി മേഖലകളും ജനവാസ മേഖലകളും ഐഡന്റിഫൈ ചെയ്തു, മാപ്പ് ഉണ്ടാക്കി. ഏതാണ്ട് 9,000 ഏക്കറോളം പ്രദേശങ്ങൾ ഇതിൽ നിന്നും മുക്തമാക്കി. അങ്ങനെ ഉമ്മൻ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള ജനവാസ കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞ കേരളത്തിലെ കർഷകരുടെ ആവലാതികളും പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടുകൊണ്ടുള്ള കരട് വിജ്ഞാപനമുണ്ടായി. ഇനി ഇതിനെക്കുറിച്ച് ചർച്ചകൾ നടന്ന് ഒരു ഫൈനൽ വിജ്ഞാപനം ഉണ്ടാകും. ആ ഫൈനൽ വിജ്ഞാപനം പുറത്തു വരുമ്പോൾ ഇന്ത്യ ഭരിക്കുന്നത് UPA ആണെന്നതിന് എന്താണ് ഉറപ്പുള്ളത്? അങ്ങനെയല്ല, ഇനി 60 ദിവസം ജനങ്ങളുടെ മുഴുവൻ അഭിപ്രായങ്ങൾ ആരാഞ്ഞ ശേഷം ഒരുപക്ഷെ ഈ കരട് വിജ്ഞാപനത്തിൽ മാറ്റം വരുത്തേണ്ടി വന്നാൽ എന്ത് സംഭവിക്കും? ഇന്ന് ഹരിത ട്രൈബ്യൂണൽ ചോദിച്ചിട്ടുള്ളത് കേരളത്തിന്റെ മാത്രം താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട്
അത് കേരളത്തിന് മാത്രം ഇളവ് നൽകി മറ്റു സംസ്ഥാനങ്ങളുടെ കാര്യങ്ങൾ പരിഗണിക്കപ്പെടാതെ എങ്ങനെ ഒരു കരട് വിജ്ഞാപനം ഇറക്കാൻ കഴിയും എന്നതാണ് കേന്ദ്രത്തിനോട് ഇന്ന് ഹരിത ട്രൈബ്യൂണൽ ചോദിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഇറക്കിയിട്ടുള്ള കരട് വിജ്ഞാപനത്തിന്റെ നിയമസാധുത ചോദ്യം ചെയ്യപ്പെടുന്നു എന്നർത്ഥം. നവംബർ 13 ഒരു വിജ്ഞാപനം ഇറക്കാൻ കഴിയാവുന്ന ഒരു ഗവൺമെന്റിന്, ഒരു മിനിസ്ട്രിക്ക് കരട് വിജ്ഞാപനം ഇറക്കാനുമുള്ള നിയമസാധുതയുണ്ട്. ഇനി ഗോവ ഫൗണ്ടേഷനോ അല്ലെങ്കിൽ മഹാരാഷ്ട്ര ഫൗണ്ടേഷൻ ആരുമായിക്കൊള്ളട്ടെ, അവരെ സ്ഥലവുമായി ബന്ധിക്കുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞാല് അത് പിന്നീട് കരട് വിജ്ഞാപനം ഉണ്ടായിക്കോട്ടെ, നമുക്ക് യാതൊരു പരാതിയില്ല. ഇതിന്ന് കേരളത്തിലെ പ്രശ്നങ്ങളെ കുറിച്ചുള്ള, കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടുകൊണ്ടുള്ള ഒരു കരട് വിജ്ഞാപനം ഉണ്ടായി. എന്താണ് താങ്കളുടെ മറുപടി ശ്രീ ശശീന്ദ്രൻ? അജയ് തറയിൽ മുഖ്യമന്ത്രി പറയുന്ന കബളിപ്പിക്കൽ തന്ത്രം ആവർത്തിക്കുകയല്ലാതെ ജനങ്ങളുടെ ഉള്ള ഉത്തരവാദിത്വം നിർവഹിക്കുന്ന രീതിയിലല്ല അദ്ദേഹം പറയുന്നത്. നവംബർ 13 കരട് വിജ്ഞാപനം പരിഷ്കരിക്കാനോ അല്ലെങ്കിൽ കർഷകർക്ക് ആശ്വാസം നൽകാവുന്ന രീതിയിലുള്ള ഓഫീസും മാറേണ്ട നിലനിൽക്കില്ല എന്ന അഭിപ്രായങ്ങൾ നേരത്തെ ഉയർന്നു വന്നതാണ്. നിയമപരമായിട്ട് നിലനിൽക്കാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് അജയ് തറയിലും നല്ലപോലെ അറിയാം അദ്ദേഹത്തിനും. പക്ഷേ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വക്കിൽ ഇങ്ങനെയൊക്കെ പറയാനേ കഴിയൂ എന്നുള്ളത് കൊണ്ട് അദ്ദേഹം അങ്ങനെ ആവർത്തിക്കുന്നു എന്നുള്ളതാണ്. അത് ആരാ വിശ്വസിക്കുക? അദ്ദേഹത്തെ അജയ് തറയിലിനോടൊപ്പം നിൽക്കുന്ന കോൺഗ്രസ് അനുഭാവികളായ മലയോര കർഷകർ തന്നെ വിശ്വസിക്കുമോ? ഇതിനകത്ത് രാഷ്ട്രീയത്തിനുപരിയായി ഒരു ജനതയുടെ പ്രശ്നങ്ങളാണ് പരിഹരിക്കപ്പെടേണ്ടത്. ഒരു കർഷക ജനതയാകെ വലിയ ആശങ്കയിൽ നിൽക്കുമ്പോൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞപ്പോൾ ചില ആൾക്കാർ അത് വിശ്വസിക്കാൻ നിർബന്ധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇവിടെ അജയ് തറയിലും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ വക്താക്കളും എല്ലാം പറയുന്ന ഒരു കാര്യം, കേരളത്തിന്റെ ആവശ്യം എന്തായിരുന്നു? 123 വില്ലേജുകളുടെ അതിർത്തി പുനർനിർണയം എന്ന ആവശ്യം. അതിനുവേണ്ടി കരട് വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നു. കൃഷിയിടങ്ങളെ, ജനവാസ മേഖലകളെ, തോട്ടം മേഖലകളെ ഒഴിവാക്കണമെന്ന ആവശ്യം, അത് പരിഗണിക്കാൻ വേണ്ടിയുള്ള കരട് വിജ്ഞാപനം ഇറങ്ങിയിരിക്കുന്നു. ഇനി ഒരു സാങ്കേതികമായ അതൊരു പ്രൊസീജിയറാണ്. 60 ദിവസങ്ങൾ, അതിനുശേഷം ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞ ശേഷം അന്തിമ വിജ്ഞാപനം. ആ അന്തിമ വിജ്ഞാപനം വരുമ്പോൾ നവംബർ 13 ഇറങ്ങിയ സർക്കാർ ഉത്തരവ്, ഗവൺമെന്റ് ഓർഡർ ക്വാഷ് ചെയ്യപ്പെടും. ഇത് സാങ്കേതികമായി ശരിയാണ്. ഇവിടെ എവിടെയാണ് താങ്കൾ പൊളിറ്റിക്കലായി ഇതിൽ തെറ്റ് കാണുന്നത്? അതാണ് എൻ്റെ ചോദ്യം. ഒന്നാമത് നിയമപരമായിട്ട് പരിഹരിക്കേണ്ട ഒരു വിഷയമല്ല ഇത്, രാഷ്ട്രീയ പരിഹാരം തേടേണ്ടതാണ്. അതുകൊണ്ടാണ് CPM വളരെ ശക്തമായ അഭിപ്രായത്തിൽ ഞങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത് മാധവ ഗാഡ്ഗിൽ റിപ്പോർട്ടും കസ്തൂരിരംഗൻ റിപ്പോർട്ടും പൂർണ്ണമായി റദ്ദാക്കണം. ജനങ്ങൾക്ക് വലിയ ആശങ്ക ഇക്കാര്യത്തിലുണ്ട്. പരിസ്ഥിതിയും സംരക്ഷിക്കപ്പെടണം, മലയോര കർഷകരുടെ താല്പര്യങ്ങളും സംരക്ഷിക്കപ്പെടണം. രണ്ടിനെയും സമന്വയിപ്പിക്കുന്ന രീതിയിലുള്ള പുതിയ ഒരു കമ്മീഷൻ ഈ കാര്യത്തിൽ പഠനം നടത്തി പുതിയ കാര്യങ്ങൾ എന്ന നിലയ്ക്ക് വിലയിരുത്തപ്പെടേണ്ടതുണ്ട് എന്ന അർത്ഥശങ്കയ്ക്കിടയില്ലാത്തത് ഞങ്ങളത് പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് പറയുന്നത് കസ്തൂരിരംഗൻ റിപ്പോർട്ട് ഭേദഗതികളുടെ ആണെങ്കിലും നടപ്പിലാക്കണമെന്ന അഭിപ്രായമാണ് കോൺഗ്രസിനുള്ളത്. BJPക്കാകട്ടെ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ നടപ്പിലാക്കണമെന്നാണുള്ളത്. ഇതിൽ രണ്ടിന്ന് വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കണമെന്ന അഭിപ്രായമാണ് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഉയർന്നു വന്നിട്ടുള്ളത്. മലയോര കർഷകർ, ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ഫാദർ അജി പുതിയപറമ്പിൽ, ഇവിടെ എവിടെയാണ് താങ്കൾ നിൽക്കുന്നത്? ഒന്ന്, കോൺഗ്രസിന്റെ നിലപാട് അല്ലെങ്കിൽ UDFന്റെ നിലപാട് ഭേദഗതികളോടുകൂടി കസ്തൂരിരംഗൻ ശുപാർശകൾ നടപ്പാക്കണം, പരിസ്ഥിതി സംരക്ഷണം ആവശ്യമാണ്, അത് ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കാത്ത തരത്തിൽ വേണമെന്നാണ്. വ്യത്യസ്തമായ ഒരു നിലപാട് ഇടതുപക്ഷത്തിനുണ്ട്. കാരണം അവരുടെ പ്രകടന പത്രികയിൽ പറയുന്നത് കസ്തൂരിരംഗൻ ശുപാർശകളും ആവശ്യമില്ല, ഗാഡ്ഗിൽ ശുപാർശകളും ആവശ്യമില്ല. ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ച് അവിടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിച്ച ശേഷം പരിസ്ഥിതി സംരക്ഷണത്തിന് ആവശ്യമായ ശുപാർശകൾ മുന്നോട്ട് വയ്ക്കുക. ഇതിൽ ഏത് ഭാഗത്താണ് നിങ്ങൾ നിൽക്കുന്നത്? ഞങ്ങളെ സംബന്ധിച്ച് കൃത്യമായി പറയാനുള്ളത്, ഈ രാഷ്ട്രീയ പാർട്ടികളുടെയും ഇവരുടെയും വാക്കുകളിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. കാരണം ഈ പ്രശ്നം ഞങ്ങൾ ആദ്യമേ ഉന്നയിച്ചപ്പോൾ ഇവരാരും ഞങ്ങളെ വിശ്വസിച്ചിരുന്നില്ല. അതൊക്കെ വെറുതെ ഒരു തട്ടിപ്പ് പരിപാടിയാണ്. കുറേ ആളുകൾ കൂടി പ്രശ്നം ഉണ്ടാക്കുന്നു. ഇത് കോറി മാഫിയയുടെ ആളുകളാണ്, ലാൻഡ് മാഫിയയുടെ ആളുകളാണ്. അതിനുശേഷം ഞങ്ങൾ പറഞ്ഞു ഇത് പ്രശ്നമുള്ള കാര്യമാണ്, കർഷകരെ ബാധിക്കുന്നു. അപ്പോൾ ചിലർ പറഞ്ഞു ഗാഡ്ഗിൽ റിപ്പോർട്ടാണ് വേണ്ടത്, കസ്തൂരിരംഗൻ റിപ്പോർട്ട് ഒഴിവാക്കണം. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു ഇതിൽ ഏറ്റവും കാതലായ പ്രശ്നം 13-ാം തീയതിയിലത്തെ റിപ്പോർട്ടാണ്. അപ്പോൾ ഇവരെന്താ പറഞ്ഞത്, ഇതാ ഓഫീസ് മെമ്മോറാണ്ട് അതിനെ ഓവർ റൂൾ ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അതല്ല, 13-ാം തീയതിയിലത്തെയാണ് പ്രശ്നം. അതിനുശേഷം ഡിസംബർ 20-ാം തീയതി ഒരെണ്ണം ഇറക്കി. അതിനുശേഷം പറഞ്ഞു മറ്റതെല്ലാം മാറ്റിക്കളഞ്ഞിരിക്കുന്നു. അതിനുശേഷം ഈ കാര്യങ്ങൾക്ക് തെളിഞ്ഞതെപ്പോഴാണ്? കോടതിയിൽ ഗവൺമെൻറ്റിന് തന്നെ ലോയർ പറഞ്ഞു ഈ 13-ാം തീയതിയിലെ ഉത്തരവ് നിലനിൽക്കുന്നു. അപ്പോൾ ഓരോ സമയത്തും രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ നിലപാടുകൾ മാറ്റാറുണ്ട്. ഞങ്ങൾ അവരെ കുറ്റപ്പെടുത്തുകയല്ല, ഞങ്ങൾ അരാഷ്ട്രീയവാദികളുമല്ല, ഞങ്ങൾക്ക് രാഷ്ട്രീയമായിട്ടുള്ള ചിന്താഗതികളുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, രാഷ്ട്രീയ പാർട്ടികൾ ഓരോ സ്ഥലത്ത് വെച്ചും അവർ നിലപാടുകൾ മാറ്റുമ്പോൾ ഞങ്ങൾക്ക് നിലപാട് മാറ്റാനായിട്ട് പറ്റില്ല. ഞങ്ങളുടെ നിലപാട് ഒന്നേ ഉള്ളൂ. അത് ഓരോ പാർട്ടികളുടെ നിലപാട് പോലെയല്ല. അത് കർഷകരെ മുഴുവൻ, മലയോര മേഖലയിലത്തെ മുഴുവൻ ആളുകളും ഈ ESAയിൽ നിന്ന് ഒഴിവാക്കപ്പെടണം. രാഷ്ട്രീയമായി പരിഹാരം
നോക്കിക്കാണേണ്ട ഒരു വിഷയമാണെന്ന് താങ്കൾ അംഗീകരിക്കുന്നുണ്ടല്ലോ. ഈ വിഷയം രാഷ്ട്രീയമായി പരിഹരിക്കപ്പെടേണ്ടതാണെന്ന് താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? അതാണ് എന്റെ ആദ്യത്തെ ചോദ്യം. അതിന് മനസ്സിലാക്കേണ്ട കാര്യം, ഈ പ്രശ്നം ഉണ്ടാക്കിയത് ആരാണ്? രാഷ്ട്രീയ നേതൃത്വം തന്നെയാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട. UPA ഗവൺമെൻറ്റാണ് 2006 ഇത് തുടങ്ങി വെച്ചത്. ജയറാം രമേശിൻ്റെ, ഞാനതിലേക്കൊന്നും കടക്കുന്നില്ല. അതിനുശേഷം അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് LDF ഗവൺമെൻറ് ഇവിടുന്ന് അങ്ങോട്ട് റിപ്പോർട്ട് കൊടുത്തത്. അതിനുശേഷം ഈ 2010 വരെയുള്ള കാലഘട്ടത്തിൽ ഈ രാഷ്ട്രീയക്കാർ മുഴുവൻ ഉറക്കം നടിക്കുകയായിരുന്നു. ഞങ്ങൾ ഓരോ സ്ഥലത്തും ആവശ്യപ്പെട്ട് പറയുകയുണ്ടായിരുന്നു, ഇത് പ്രശ്നമുണ്ട്, കർഷകരെ മുഴുവൻ ബാധിക്കുന്നു. ആദ്യം 600-ലധികം വില്ലേജുകളെ ബാധിക്കുന്നു, അതിനുശേഷം 123 ചുരുക്കി. ഞങ്ങൾ ഈ പറയുമ്പോഴൊക്കെ കർഷകർക്ക് വേണ്ടി അല്ലെങ്കിൽ മലയോര മേഖലയിലെ മനുഷ്യർക്ക് വേണ്ടി ബാധിക്കുമ്പോൾ ഇവരെല്ലാം ഞങ്ങളെ അധിക്ഷേപിക്കുകയായിരുന്നു. എന്റെ ചോദ്യം, കേരള കോൺഗ്രസ് എമ്മും കോൺഗ്രസും എടുത്തിട്ടുള്ള നിലപാട് ഫാദറിന് അറിയാമല്ലോ. അതായത് കസ്തൂരി രംഗൻ ശുപാർശകളിൽ ഭേദഗതികളോട് നടപ്പാക്കാം, കേരളത്തിന്റെ ആശങ്കകൾ പരിഹരിക്കപ്പെടും എന്ന ഒരു നിലപാട്. ഇത് രണ്ടുമല്ല. കസ്തൂരി രംഗൻ ശുപാർശകളെയും ഗാഡ്ഗിൽ ശുപാർശകളെയും ഇടതുപക്ഷം അംഗീകരിക്കുന്നില്ല. കാരണം ഇത്തരം പഠനങ്ങൾ തന്നെ നടന്നതിന് പിന്നിൽ സെറ്റ് അജണ്ടാസ് ഉണ്ട് എന്നുള്ളതാണ് അവരുടെ വാദം. അതുകൊണ്ട് സ്വതന്ത്രമായ ഒരു വിദഗ്ധ സമിതി നിയോഗിച്ച ശേഷം കാര്യങ്ങൾ പഠിച്ച് ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിച്ച ശേഷം ഒരു തീരുമാനത്തിലെത്താമെന്നാണ്. ഇതിലേത് പക്ഷത്താണ് നിങ്ങൾ നിൽക്കുന്നത്? ഓക്കെ, ഞാൻ അതിനു മുമ്പ് അവിടുത്തെ പക്ഷത്തെ പറ്റി ഒരു വാക്ക് പറയാൻ അനുവദിക്കുക. ഒന്ന്, ഈ കോൺഗ്രസിൽ തന്നെ 2 പക്ഷമുണ്ട്. ഇത് നടപ്പിൽ വരുത്തണമെന്ന് പറയുന്നവരുണ്ട്, ഒഴിവാക്കണമെന്ന് പറയുന്നവരുണ്ട്. അതുപോലെ തന്നെ LDF-ലും ഉണ്ട്. പ്രതിപക്ഷ നേതാവ് ഈ അടുത്ത കാലത്താണ് അദ്ദേഹത്തിൻ്റെ കാര്യം മാറ്റിയത്. അദ്ദേഹം ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പിൽ വരുത്തുമെന്ന് പറഞ്ഞിരുന്ന ആളാണ്. അതുപോലെ തന്നെ ഈ 2 പാർട്ടികളിലെയും ചില പോഷക സംഘടനകൾ ഇത് നടപ്പിൽ വരുത്തണമെന്ന് പറയുന്നവരാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ കൃത്യമായിട്ടുള്ള നിലപാട് ഇതാണ്. ഈ പ്രദേശത്തെ ഈ 123 വില്ലേജുകളിലെയും ജനവാസ കേന്ദ്രങ്ങൾ, കൃഷിയിടങ്ങൾ, പ്ലാന്റേഷൻസ് ഇത് മുഴുവനായും ഈ ESIയിൽ നിന്ന് ഒഴിവാക്കുക. അതോടൊപ്പം തന്നെ ബഫർ സോൺ എന്നുള്ള സിസ്റ്റം ഒഴിവാക്കുക. ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. അതായത് കസ്തൂരി രംഗൻ ശുപാർശകൾ ഭേദഗതി വരുത്തിയാൽ മതി. കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ ഞങ്ങൾ ഈ 2 റിപ്പോർട്ടും അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പിൽ വരുത്താനായിട്ടുള്ള ഒരു താൽക്കാലിക തട്ടിക്കൂട്ട് മാത്രമാണ് കസ്തൂരി രംഗൻ റിപ്പോർട്ട്. കാരണം യുനെസ്കോയുടെ മുമ്പിലിരിക്കുന്ന റിപ്പോർട്ട് ഗാഡ്ഗിൽ റിപ്പോർട്ടാണ്, കസ്തൂരി രംഗൻ റിപ്പോർട്ടല്ല. അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ അജണ്ട എന്ന് പറയുന്നത് ഈ ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പിലാക്കുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചുള്ള നിലപാട് കൃത്യമായിട്ട് ഇതാണ്. ഈ 13-ാം തീയതിയിലെ ഉത്തരവ് ഒഴിവാക്കണം. അതിനു വേണ്ടിയിട്ട് ഫൈനൽ ഡ്രാഫ്റ്റ് ഇറക്കണം. ഈ ഫൈനൽ ഡ്രാഫ്റ്റിൽ ഇത്ര മാത്രം. ശ്രീ ജോസഫ് എം പുതുശ്ശേരി, പശ്ചിമഘട്ട പൈതൃക പദ്ധതിക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടത് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടാണ്, ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരത്തിനു വേണ്ടി. അതിനുവേണ്ടിയാണ് സർക്കാർ ഇപ്പോൾ ഇത്തരം ശുപാർശകളും നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. അതിലാണ് ഇപ്പോൾ ഇവർക്കെല്ലാം തന്നെ സംശയമുള്ളതും വിയോജിപ്പുള്ളതും. ഈ നിലപാടിൽ തന്നെയല്ലേ കേരള കോൺഗ്രസ് എമ്മും? ഈ പറഞ്ഞ കാര്യത്തിൽ കേരള കോൺഗ്രസിന് യാതൊരു വിയോജിപ്പുമില്ല. ഇക്കാര്യത്തിൽ കർഷകരുടെ ആശങ്ക പരിഹരിക്കണമെന്നുള്ളത് തന്നെയാണ്, ആ നിലപാടാണ് എടുത്തത്. അതിനാണ് നവംബർ 13 ഉത്തരവ് പിൻവലിക്കണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചത്. സ്വാഭാവികമായും ഇലക്ഷൻ പ്രഖ്യാപനത്തോടനുബന്ധിച്ചാണ് കരട് വിജ്ഞാപനം പുറത്തു വന്നത്. കരട് വിജ്ഞാപനം വഴി ഉണ്ടായിരിക്കുന്ന ഒരു സാധ്യത എന്ന് പറയുന്നത് 123 വില്ലേജുകളുടെ അതിർത്തികൾ പുനർനിർണയിച്ചുകൊണ്ടുള്ള ഒരു അടിസ്ഥാന രേഖ ഉണ്ടായിരിക്കുന്നു. അപ്പൊ ഈ ആക്ഷേപങ്ങൾ കൊടുക്കുന്നതും ഇത് പരിഹരിക്കപ്പെടാനെടുക്കുന്ന നടപടികളുമെല്ലാം ഇനി ഇപ്പോഴുണ്ടാകുന്നത് ഈ കരട് വിജ്ഞാപനത്തിന്റെ അടിസ്ഥാനത്തിൽ ജനവാസ മേഖലകളും കൃഷിയിടങ്ങളും കാർഷിക തോട്ടം മേഖലയും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് ഇപ്പോൾ ഇറക്കിയിരിക്കുന്ന പുതിയ അതിർത്തികളുടെ അടിസ്ഥാനത്തിലാണ് പുതിയ പ്രോസസ്സിംഗ് ഉണ്ടാവുക. അപ്പൊ ഇന്നിപ്പോൾ ഹരിത ട്രൈബ്യൂണൽ ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഗോവ ഫൗണ്ടേഷൻ ഇന്ന് ഹരിത ട്രൈബ്യൂണലിൽ കൊണ്ടുവന്നിട്ടുള്ള ഹർജിയിൽ പറയുന്നത് കേരളത്തിന് മാത്രമായി എങ്ങനെ ഇളവുകൾ നൽകാൻ കഴിയും, മറ്റ് സംസ്ഥാനങ്ങളും ഇതുപോലെ ഈ പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടി പശ്ചിമഘട്ട സംരക്ഷണത്തിന് വേണ്ടിയുള്ള കസ്തൂരി രംഗന്റെ ശുപാർശകൾ നടപ്പാക്കാൻ ആവശ്യമായിട്ടുള്ള സംസ്ഥാനങ്ങളാണ്. ഈ സംസ്ഥാനങ്ങൾ ഒഴിവാക്കി കേരളത്തിന് മാത്രമായ ഒരു കരട് വിജ്ഞാപനം ഇറങ്ങുന്നതിന് പിന്നിൽ രാഷ്ട്രീയ താല്പര്യമുണ്ടെന്നാണ് ഗോവ ഫൗണ്ടേഷന്റെ വാദം. ആ വാദം അംഗീകരിക്കപ്പെട്ടാൽ നിയമസാധുത, അതായത് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ള കരട് വിജ്ഞാപനത്തിന്റെ നിയമസാധുത ചോദ്യം ചെയ്യപ്പെടുകയും ഒരുപക്ഷെ റദ്ദാക്കപ്പെടുകയും ആകാം. അങ്ങനെയാണെങ്കിൽ കേരള കോൺഗ്രസ് എം എന്ത് നിലപാട് സ്വീകരിക്കും? അല്ല, അതിനെതിരായ വാദമുഖം ഉന്നയിക്കാൻ നമുക്ക് കഴിയുമല്ലോ. കാരണം ഇപ്പോൾ വന്നിരിക്കുന്ന കരട് വിജ്ഞാപനത്തിലെ അതിർത്തി പുനർനിർണയം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ആനുകൂല്യമല്ല. കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ തന്നെ ഒരു മാനദണ്ഡം പറഞ്ഞിട്ടുണ്ട്. കാർഷിക മേഖല ഒഴിവാക്കുക, നാച്ചുറൽ ലാൻഡ്സ്കേപ്പ്, കൾച്ചറൽ ലാൻഡ്സ്കേപ്പ്. ആ കൾച്ചറൽ ലാൻഡ്സ്കേപ്പിൽ കാർഷിക മേഖല, തോട്ടം മേഖല, ജനവാസ കേന്ദ്രങ്ങൾ 1 ചതുരശ്ര കിലോമീറ്ററിൽ 100-ൽ താഴെ ആളുകൾ അധിവസിക്കുന്ന പ്രദേശം മാത്രമേ ഇതിൽ ഉൾപ്പെടുത്താവൂ. അപ്പൊ കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ പറയുന്ന മാനദണ്ഡത്തിന് വിരുദ്ധമായി
കേരളത്തിലെ 123 വില്ലേജുകൾ ഉൾപ്പെട്ടു എന്നുള്ളതാണ് ഇതിനകത്ത് വന്നിരിക്കുന്ന പ്രശ്നം. അപ്പൊ നമ്മുടേത് ഇപ്പം ചെയ്തിരിക്കുന്ന ഒരു നടപടി നമ്മൾക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേക ആനുകൂല്യമല്ല, മറിച്ച് മാനദണ്ഡത്തിന് വിരുദ്ധമായി സ്വീകരിച്ചിരിക്കുന്ന നടപടിയുടെ തിരുത്തലാണ്. ശ്രീ CK ശശീന്ദ്രൻ, ഇവിടെ മലയോര മേഖലയിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ താങ്കൾ പറഞ്ഞു ഇതിൽ രാഷ്ട്രീയം കലർത്തുകയല്ല, അതിന് പകരം മലയോര മേഖലയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ പരിഹാരം ഉണ്ടാകേണ്ടത് രാഷ്ട്രീയമായി തന്നെയാണ്. ഇതിന്റെ പേരിലാണ് CPIM ഇപ്പോൾ കസ്തൂരിരംഗൻ ശുപാർശകളെയും ഗാഡ്ഗിൽ സമിതി ശുപാർശകളെയും തള്ളിപ്പറയുന്നത്. പക്ഷേ കസ്തൂരിരംഗൻ ശുപാർശകൾ ഭേദഗതികളോടുകൂടി നടപ്പാക്കപ്പെടുമ്പോൾ കേരളത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടും എന്നതാണ് കോൺഗ്രസ് ഉന്നയിക്കുന്ന വാദം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 123 വില്ലേജുകളുടെ അതിർത്തികൾ പുനർനിർണ്ണയിക്കുക, കൃഷിയിടങ്ങളെയും ജനവാസ മേഖലകളെയും തോട്ടം മേഖലകളെയും എല്ലാം ഈ പരിസ്ഥിതി ലോല മേഖലയിൽ നിന്ന് ഒഴിവാക്കുക. ഇതോടുകൂടി മലയോര മേഖലയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടില്ലേ? അതിന് പകരം ഇനി സ്വതന്ത്രമായ ഒരു സമിതി, അതിൻ്റെ അന്വേഷണം, അതിനുശേഷം ഒരു തീരുമാനം, ഇതിനൊക്കെ വേണ്ടി എന്തിനാണ് ഇടതുപക്ഷം നിൽക്കുന്നത്? ഹലോ ശ്രീ ശശീന്ദ്രൻ. പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വളരെ ഗൗരവമേറിയതാണ്. ഇവിടെ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാതെയും മലയോര കർഷകരെ വിശ്വാസത്തിലെടുക്കാതെയുമാണ് അത്തരമൊരു സമിതി രൂപീകരിക്കപ്പെട്ടു എന്നുള്ളതും കേവല പരിസ്ഥിതിവാദമാണ് ഇതിനകത്ത് ഉന്നയിക്കപ്പെടുന്നത് എന്നുള്ള കാര്യം ഞങ്ങൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ്. പരിസ്ഥിതി സംരക്ഷിക്കേണ്ടതിൻ്റെ ഒന്നാമത്തെ കടമയും അതിന് നേതൃത്വം നൽകേണ്ടതും ജീവിമണ്ഡലത്തിലെ ഏറ്റവും ഉയർന്ന ജന്തുവായിട്ടുള്ള അല്ലെങ്കിൽ ജീവിയായിട്ടുള്ള മനുഷ്യരാണ്. ആ മനുഷ്യരുടെ പരിഗണിക്കപ്പെടാതെയാണ് ഇത് വന്നു എന്നുള്ളതാണ് മാധവ ഗാഡ്ഗിലിനെ കുറിച്ച് ആണെങ്കിലും തുടർന്ന് നേരത്തെ ഇവിടെ അജയ് തറയിൽ സൂചിപ്പിച്ചതുപോലെ മാധവ ഗാഡ്ഗിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചവിട്ടുപടിയായിട്ടാണ് കസ്തൂരിരംഗൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാതെ നടപ്പിലാക്കിയതാണ്. അതുകൊണ്ടാണ് പൂർണ്ണമായി രണ്ടും റദ്ദാക്കണം. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണം, കർഷകരുടെ ആശങ്ക പരിഹരിക്കണം, പരിസ്ഥിതി സംരക്ഷിക്കണം, സസ്യജാലങ്ങൾ സംരക്ഷിക്കപ്പെടണം, ജീവജാലങ്ങൾ സംരക്ഷിക്കപ്പെടണം. അതിനാവശ്യമായിട്ടുള്ള ഒരു ഫോർമുല നമുക്കുണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയണം. എല്ലാത്തിനെയും സമന്വയിപ്പിക്കാൻ വേണ്ടി കഴിയണം. അത് ഭാവി തലമുറയോടും കൂടി നമ്മൾ ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്വമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തികച്ചും ജനാധിപത്യപരമായ, സുതാര്യമായ, ശാസ്ത്രീയമായ ഒരു പഠനം അനിവാര്യമാണെന്ന് ഞങ്ങൾ പറയുന്നത്. ഇത്ര ഗൗരവമേറിയ 10-25 കോടി ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയത്തെ, ഒരു മേഖലയിലെ ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പാർലമെൻറ്റോ നിയമസഭയിലോ വേണ്ടത്ര സമയവും ഒന്നും എടുത്ത് ചർച്ച ചെയ്തിട്ടില്ലല്ലോ. ഇന്ത്യയിലെ പാർലമെന്റും ജനാധിപത്യ സംവിധാനങ്ങളും ചർച്ച ചെയ്യുന്നതിന് പകരം എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് തന്നെ ജനാധിപത്യ വിരുദ്ധമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ജനങ്ങൾ ഇത് നല്ലപോലെ പഠിക്കാനുള്ള അവസരം കൊടുക്കണം. അതിനനുസരിച്ച് ഒരു പുതിയ കമ്മീഷൻ വേണം. അതിൽ കർഷക പ്രതിനിധികളും കാർഷിക ശാസ്ത്രജ്ഞന്മാരും വേണം. ആ അടിസ്ഥാനത്തിൽ മാത്രമേ ഇത് പരിഹരിക്കാൻ വേണ്ടി കഴിയൂ. ശക്തമായ വാദം. ഞാൻ തിരിച്ചു വരാം. ഗാഡ്ഗിൽ കമ്മിറ്റി പഠനത്തിന് വേണ്ടി എത്തിയപ്പോൾ അതിൽ തന്നെ നിക്ഷിപ്തമായ താല്പര്യങ്ങളും ഉണ്ടെന്നും നിഗൂഢമായ താല്പര്യങ്ങളും അജണ്ടയും ഉണ്ടെന്നുമുള്ള ആക്ഷേപങ്ങളെല്ലാം ഉയർന്നു വന്നിരുന്നു. ഇപ്പോൾ വേണ്ട രീതിയിൽ വിദഗ്ധ സമിതിയെ വെച്ചുകൊണ്ട് ശാസ്ത്രീയമായ പഠനം നടന്നില്ല എന്നും ജനങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചില്ല, അങ്ങനെ ജനാധിപത്യ വിരുദ്ധമായ രീതിയിലാണ് ഈ റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പാക്കാൻ പോകുന്നതെന്നുമാണ് CK ശശീന്ദ്രൻ പറയുന്നത്. ഇതിനെ വസ്തുതാപരമായി താങ്കൾ കാണുന്നുണ്ടോ? വളരെ ശരിയാണ് അദ്ദേഹം പറഞ്ഞത്. യാതൊരു രീതിയിലുള്ള ജനാധിപത്യ രീതിയിലല്ല ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഞാനതിൻ്റെ കുറേ ഉദാഹരണങ്ങൾ പറയാം. ഒന്നാമതായിട്ട് ജനാധിപത്യ രാജ്യത്ത് 25 കോടി ജനങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യം തീരുമാനമെടുക്കുമ്പോൾ അത് ജനപ്രതിനിധികൾ ചർച്ച ചെയ്യണം. അതിനുവേണ്ടിയാണോ നമ്മളൊരു തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒരു പഞ്ചായത്ത് വാർഡ് മെമ്പറോട് അല്ലെങ്കിൽ പാർലമെൻറ്റിലോ ചർച്ച ചെയ്യാതെയാണ് ഈ 25 കോടി 5 കോടി ജനങ്ങളെ നേരിട്ടും 20 കോടി ജനങ്ങളെ പരോക്ഷമായും ബാധിക്കുന്നൊരു പ്രശ്നത്തിൽ തീരുമാനമെടുത്തത്. അത് തീർച്ചയായിട്ടും ജനാധിപത്യ വിരുദ്ധമാണ്. രണ്ടാമതായിട്ട് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഈ റിപ്പോർട്ട് യുനെസ്കോയിൽ സമർപ്പിച്ച് അംഗീകാരം മേടിച്ചു. തീർച്ചയായിട്ടും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. മൂന്നാമതായിട്ട് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് ഇതിന് 3 തരം കമ്മിറ്റികൾ ഗാഡ്ഗിൽ പറയുന്നുണ്ട്. ഒന്ന് വെസ്റ്റേൺ അതോറിറ്റി, ഒരു വെസ്റ്റേൺ ഘട്ട് അതോറിറ്റിയെ പറ്റി പറയുന്നുണ്ട്. സ്റ്റേറ്റ് ലെവൽ വെസ്റ്റേൺ ഘട്ട് അതോറിറ്റി, ഡിസ്ട്രിക്ട് ലെവൽ വെസ്റ്റേൺ ഘട്ട് അതോറിറ്റി. ഇതിലൊക്കെ എക്സ്പേർട്സ് മാത്രമേ ഉള്ളൂ. ഒരു ജനപ്രതിനിധി പോലും ശുപാർശ ചെയ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ തികച്ചും ജനാധിപത്യ വിരുദ്ധമായിട്ട് ഇവിടുത്തെ ജനങ്ങളെ പരിഗണിക്കാതെ ഞങ്ങളൊരു കുറച്ചുകൂടെ ഒരു ഇതായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഇത്രയും കോടി ജനങ്ങളെ മറ്റൊരു രാജ്യത്തിന് വിൽക്കുന്നതിന് തുല്യമായിട്ടുള്ള നടപടിയാണ് ഇതിലൂടെ എടുത്തത്. ഇത് ജനാധിപത്യ രീതിയിൽ എത്ര രീതിയിൽ ചെയ്യാമായിരുന്നു? അജയ് തറയിൽ ഇങ്ങനെ ജനാധിപത്യ വിരുദ്ധമായി നടപ്പാക്കപ്പെട്ട ഒരു സമിതിയുടെ ശുപാർശകളിൽ ഭേദഗതി വരുത്തി മലയോര മേഖലയിലെ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു വാദിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നാണ് ഫാദർ പറഞ്ഞതിന്റെ മറ്റൊരർത്ഥം. അല്ല, ഇത്
ഇരുട്ടുകൊണ്ട് ഓട്ട അടക്കല്ലേ ചെയ്യുന്നത്. ഇവിടെ കസ്തൂരംഗൻ റിപ്പോർട്ട്, അതിന്റെ കരട് റിപ്പോർട്ട് നവംബർ 13 ഇറക്കിയത് തന്നെ റദ്ദ് ചെയ്യണമെന്ന് പറഞ്ഞിടത്തത് കാഴ്ചവെക്കുന്നേ. ഇന്ദിരാഗാന്ധി 77 നടപ്പാക്കിയ വന സംരക്ഷണ നിയമം തന്നെ നടപ്പാക്കണമെന്ന് പറയില്ലേ അതിലും ഭേദം. ഇത് അതല്ലല്ലോ കാര്യമിരിക്കുന്നത്. ഇവിടെ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം. കസ്തൂരംഗൻ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിട്ടുള്ള എക്സംഷൻസ് ഉണ്ട്. ആ എക്സംഷൻസിന്റെ പരിധിയിൽ നിന്നുകൊണ്ടാണ് 123 വില്ലേജിലെയും ഈ 9000 ഹെക്ടർ വരുന്ന സ്ഥലം ഒഴിവാക്കിക്കൊണ്ടുള്ള കരട് വിജ്ഞാപനം ഇറങ്ങിയത്. അതോടുകൂടി കർഷകരുടെ ആശങ്കകൾ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. ഇത് രാഷ്ട്രീയം വേണ്ട എന്ന് പറഞ്ഞത് രാഷ്ട്രീയം കൊണ്ട് തീരുമാനിക്കുന്നത് കോൺഗ്രസിനെ കൊണ്ട് പരിഹരിക്കാൻ കഴിയൂ. ഇത് കോൺഗ്രസ് ആണ് പരിഹരിച്ചിട്ടുള്ളത്. ഇത് താൽക്കാലികമായി ഉണ്ടാകുന്ന വികാരത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കോൺഗ്രസ് വേണ്ട, രാഷ്ട്രീയം വേണ്ടെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളതിനൊക്കെ? ഇത് രാഷ്ട്രീയ തീരുമാനമല്ലേ? ഈ കരട് വിജ്ഞാപനവും രാഷ്ട്രീയ തീരുമാനമല്ലേ? അതുകൊണ്ട് കേരളത്തിലെ കർഷകർക്ക്, ഇവിടെയുള്ള മുഴുവൻ കുടിയേറ്റക്കാർക്ക് പട്ടയം കൊടുത്തത് കോൺഗ്രസ് ആണ്. അന്നേരം ഈ അച്ഛന്മാരെ ആരും ഉണ്ടായില്ല. അതും രാഷ്ട്രീയ തീരുമാനമാണ്. അവിടെ കുടിയേറ്റാൻ വേണ്ടി ആളുകളെ കൊണ്ടുപോയത്, പട്ടം താണപിള്ള കൊണ്ടുപോയിട്ടത്, ആർഷങ്കര കാലത്ത് കൊണ്ടുപോയിട്ടത്, അതും രാഷ്ട്രീയ തീരുമാനമാണ്. അല്ലാതെ അവിടെയെല്ലാം രാഷ്ട്രീയമായ കോൺഗ്രസ് തീരുമാനങ്ങൾ നടപ്പാക്കിക്കൊണ്ടും ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിച്ചു കൊണ്ടുപോകാനുള്ള ത്രാണിയും തന്റെ ഇടവും കോൺഗ്രസിനുണ്ട്. ഫാദർ, ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ അവസാനമായി പോപ്പ് അദ്ദേഹം ഒരു പുസ്തകത്തിന്റെ രചനയിലാണ്. ദ ഇക്കോളജി ഓഫ് മാൻകൈൻഡ് എന്നാണ് ആ പുസ്തകത്തിന്റെ തലക്കെട്ട്. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള അവിഭാജ്യമായ ബന്ധത്തെക്കുറിച്ചാണ് അതിൽ പ്രതിപാദിക്കുന്ന ഒരു വിഷയമായി പറഞ്ഞത്. മനുഷ്യനോടൊരു തെറ്റ് ചെയ്താൽ അവരിൽ ചിലരിൽ നമ്മളോട് ക്ഷമിക്കും. ദൈവത്തോടൊരു തെറ്റ് ചെയ്താൽ ദൈവം നമ്മളോട് ക്ഷമിക്കും. പക്ഷേ പ്രകൃതിയോടൊരു തെറ്റ് ചെയ്താൽ പ്രകൃതി അത് ക്ഷമിക്കില്ല എന്നാണ്. ഫ്രാൻസിസ് ഓഫ് അസീസി, മനുഷ്യനും ദൈവത്തിനും ഇടയിൽ മധ്യസ്ഥനായി നിന്ന ഫ്രാൻസിസ് ഓഫ് അസീസിയെ പോലെയാണ് ഞാൻ നിൽക്കുന്നത് എന്ന് പോപ്പ് പറയുന്നു. കത്തോലിക്ക മെത്രാൻ സഭ എഴുതിയ ഒരു പുസ്തകമുണ്ട്, പുൽത്തകിടിയിലേക്ക് എന്ന പുസ്തകം. അതിനകത്തും പരിസ്ഥിതി എങ്ങനെയാണ് സംരക്ഷിക്കപ്പെടേണ്ടതെന്ന് പറയുന്നുണ്ട്. പക്ഷേ സഭ എല്ലാ ഘട്ടത്തിലും ജനങ്ങളുടെ പ്രശ്നങ്ങൾ മാത്രം പറയുകയും പരിസ്ഥിതി മറന്നു പോവുകയും ചെയ്യുന്നില്ലേ കസ്തൂരിരംഗൻ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരുമ്പോൾ? ഞാൻ ഇതിന് മറുപടി പറയാം. അതിനു മുമ്പ് ശ്രീ അജയ് തറയിലിൻ്റെ ഇതിനോട് ഒറ്റ മറുപടി. നമ്മൾ പ്രത്യേകമായിട്ട് ഇവിടെ ഓർക്കേണ്ട ഒരു വ്യക്തി ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ്. 1972 സ്റ്റോക്ക്ഹോം സബ്മിറ്റിൽ ഇതുപോലെയുള്ള തീരുമാനങ്ങൾ ഇന്ത്യ ഗവൺമെൻറ്റിൽ അടിച്ചേൽപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ ശ്രീമതി ഇന്ദിരാഗാന്ധി പറഞ്ഞൊരു വാക്കുണ്ട്, ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യർ വിറക് കത്തിച്ചാണ് ജീവിക്കുന്നത്, അതുകൊണ്ട് ഇത് കത്തിക്കാൻ പാടില്ലെന്ന് പറയാൻ പറ്റില്ല, ഒരു വനത്തിൽ നിന്ന് വിറകെടുക്കും. അങ്ങനെ ശക്തമായ തീരുമാനമെടുത്ത ഒരു പാർട്ടിയുടെ നേതൃയായിരുന്നു ശ്രീമതി ഇന്ദിരാഗാന്ധി. എന്നാൽ ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ 2006 മുതൽ ഇതുപോലെയൊരു നിയമം അടിച്ചേൽപ്പിക്കാനായിട്ട് ആ പ്രസ്ഥാനം ശ്രമിച്ചിട്ട് ഈ അവസാനം കൊണ്ടുപോയി ഏതാനും കുറച്ച് ഒരു ആശ്വാസം തന്നിട്ട് ഞങ്ങളെല്ലാം ചെയ്തു എന്ന് പറഞ്ഞൊരു അർത്ഥവുമില്ല. രണ്ടാമത്തെ ചോദ്യത്തിനുള്ള മറുപടി, യഥാർത്ഥത്തിൽ സഭയെ എന്നും പരിസ്ഥിതിക്ക് വേണ്ടി നിലനിന്നിട്ടുള്ളൊരു സമൂഹമാണ്. സഭ മാത്രമല്ല, ഞാൻ സഭയെ മാത്രമല്ല ഉദ്ദേശിച്ച് പറയുന്നത്, ഞാൻ ഒരു വൈദികനായി ഇവിടെ ഇരിക്കുന്നെങ്കിലും പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതിയെ പ്രതിനിധീകരിച്ചാണ് ഇരിക്കുന്നത്. നമ്മൾ ചിന്തിച്ച് നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ മലയോര മേഖലയിൽ മാത്രമല്ലേ പരിസ്ഥിതി സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ? ഇവിടെ ആരാണ് പരിസ്ഥിതിയെ നശിപ്പിച്ചിട്ടുള്ളത്? ഞാൻ ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും, ഈ മലയോര മേഖല മുഴുവനും ഇന്ന് ഈ പരിസ്ഥിതി ഇത്ര മനോഹരമായിട്ട് പച്ചപ്പോടുകൂടി നമുക്കത് തെളിയിക്കാനായിട്ട് സാധിക്കും. കസ്തൂരിരംഗൻ അത് സാറ്റലൈറ്റിൽ നിന്ന് താഴേക്ക് നോക്കിയപ്പോഴത്തേനും അദ്ദേഹം ഇവിടുത്തെ 60% പ്രദേശങ്ങൾ വനമായിട്ടാണ് തോന്നിയത്. കാരണം എന്തുകൊണ്ടാണ്? ഇവിടുത്തെ മലയോര മേഖല കെട്ടിട നിർമ്മാണങ്ങൾ, ഖനനം, അനധികൃത റിസോർട്ടുകൾ ഇതെല്ലാം ഉണ്ട്. യെസ്, ഈ അനധികൃത റിസോർട്ടുകളെയോ കോറിയോ ഇങ്ങനെയുള്ള കാര്യത്തിലെ ഒരിക്കലും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ഈ പരിസ്ഥിതിവാദികൾ എന്ന് പറയുന്ന കുറേ ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ ഞങ്ങൾ ഇപ്പോൾ ബലമായി സംശയിക്കുന്നു ഈ കോറി മാഫികളുടെയും ലാൻഡ് മാഫികളുടെയും ഒക്കെ ഒരു പിന്നണി ആളുകളായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് ഇവരാണ് ഞങ്ങൾക്കെതിരെ ഇങ്ങനെയുള്ള ആരോപണം ഉന്നയിക്കുന്നത്. ഞാൻ ഇടപെട്ടെ. ഫാദർ അജി പുതിയപറമ്പിൽ, വളരെയധികം നന്ദി ഫാദർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിനൊപ്പം തന്നെ ശ്രീ CK ശശീന്ദ്രൻ, ശ്രീ അജയ് തറയിൽ, ശ്രീ ജോസഫ് M. പുതുശ്ശേരി, അതിഥികൾക്ക് നന്ദി. സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.